ഒരു വാട്ടർ അയണൈസർ ഒരു സാധാരണ വെള്ളത്തെ അയണൈസ്ഡ് വാട്ടർ ആക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയട്ടെ. അതിനാദ്യം നാച്ചുറൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ ഘടനകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. മെയിനായിട്ട് ഈ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് മിനറൽസ്, ബാക്ടീരിയ, കെമിക്കൽസ് എന്നിവയാണ്. ഇതുപോലൊരു വെള്ളത്തെ വാട്ടർ അയണൈസർ എങ്ങനെയാണ് ഒരു ഹെൽത്തി വാട്ടർ ആക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നിലധികം പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാണ് ഈ വാട്ടർ അയണൈസർ പ്രവർത്തിക്കുന്നത്. ഇത് നിരത്തി വെച്ചിരിക്കുന്ന ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. ഇതിലൂടെ ഒരു തരത്തിലുള്ള ഡസ്റ്റോ ഹെവി മെറ്റൽസോ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു പ്രീ ഫിൽറ്റർ ഉപയോഗിച്ച് ആദ്യം തന്നെ ഇതിലുള്ള ഡസ്റ്റും ഹെവി മെറ്റൽസും ക്ലീൻ ചെയ്യുന്നത്. പ്രീ ഫിൽട്രേഷന് ശേഷം ഈ വെള്ളം നേരെ കടന്നു ചെല്ലുന്നത് ഒരു ഇലക്ട്രോളിസ് ചേമ്പറിലേക്കാണ്. അവിടെ ഈ പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ആനോഡും കാഥോഡുമായി പ്രവർത്തിക്കും. ഇവിടെ ഒരു കാന്തിക ശക്തി രൂപാന്തരപ്പെടുന്നു. കാഥോഡ് ഇലക്ട്രോഡുകൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നീ മിനറൽസുകളെ ആകർഷിക്കുന്നു. ഇതേ സമയം ആനോഡ് ഇലക്ട്രോഡുകൾ വെള്ളത്തിലെ ക്ലോറിൻ, സൾഫേറ്റ്, അമോണിയ തുടങ്ങിയ കെമിക്കലുകളെ ആകർഷിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ മിനറൽസ് അടങ്ങിയ വെള്ളം അപ്പർ ഹോൾസിലൂടെയും കെമിക്കൽ അടങ്ങിയ വെള്ളം ലോവർ ഹോൾസിലൂടെയും ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കെമിക്കൽസുകളാണ് ഇവിടെ ഡിസ്ചാർജ് ആകുന്നത്. ഈ ഒരു കെമിക്കൽസ് ആണ് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാതാക്കുന്നതും. ഇങ്ങനത്തെ ഒരു കെമിക്കൽ വെള്ളത്തിന് റിമൂവ് ആയി കഴിഞ്ഞാൽ അവിടെ ബാക്കി വരുന്നത് മിനറൽസ് ഉള്ള വെള്ളമാണ്. അപ്പോൾ ഇങ്ങനത്തെ മിനറൽസ് ഉള്ള വെള്ളം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ക്വാളിറ്റി ഉള്ള വെള്ളം ഉപയോഗിക്കുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിച്ച ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വെള്ളത്തിൻ്റെ സഹായത്തോടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? റിസ്ക് എടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. പരീക്ഷ നോക്കാൻ നിങ്ങൾ റെഡിയാണോ?